നേതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി വയനാട്ടിലെത്തുമ്പോൾ ത്രിതല പഞ്ചായത്തിൽ വിജയിച്ചിട്ടുള്ള ജനപ്രതിനിധികളെയും UDF നേതാക്കളെയും കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലുള്ള നേതാക്കന്മാരുടെ ഒരു യോഗമാണ് ഇവിടെ നടക്കുന്നത്. ഈ യോഗത്തിന് സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണം UDF-ന്റെ കൈകളിലേക്ക് എത്തിയാൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ വയനാട് ജില്ലയിൽ UDF നേടിയിട്ടുള്ള വിജയം ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളും സാധാരണക്കാരും തൊഴിലാളികളെയും കർഷകരെയും സഹായിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുവാൻ UDF എന്ന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുമാണ് ഈ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ UDF നേതാക്കന്മാരുടെ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ യോഗത്തിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ നേതാക്കളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കടമ. ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽക്കാരൻ, ഇന്ത്യയിലെ കർഷകരെയും പാവപ്പെട്ടവരെയും ശബ്ദമായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അദ്ദേഹത്തെ കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുക. കേരള രാഷ്ട്രീയത്തിൽ, നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മുടെ സംഭാവനയായ പ്രിയങ്കരായ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽജിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. UDF-ന്റെ ജില്ലാ ചെയർമാൻ ശ്രീ PP കരീം, കൺവീനർ ND അപ്പച്ചൻ, KPCC ഭാരവാഹികളായ KC റോസക്കുട്ടി ടീച്ചർ, VA കരീം, AP അനിൽകുമാർ, നമ്മളൊക്കെ പ്രിയങ്കരനായ യുവാക്കളുടെ കേരളത്തിലെ നമ്മുടെ പ്രതീക്ഷയായ ചാണ്ടി ഉമ്മൻ തുടങ്ങിയ നേതാക്കളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. KPCC ഭാരവാഹികളായ KK അബ്രഹാം, അഡ്വക്കേറ്റ് TJ ഐസക്, ശ്രീ വിശ്വനാഥൻ, നമ്മുടെ പ്രിയപ്പെട്ട KPCC ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി തുടങ്ങിയ UDF-ന്റെ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി KK അഹമ്മദാജി തുടങ്ങിയ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ജനപ്രതിനിധികളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിയോജക മണ്ഡലം UDF ചെയർമാൻ റസാഖ് പറ്റേൽ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ജയ് ഭാരത്, ജയ് UDF. ആദരണീയനായ നമ്മുടെ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട നേതാവ്, നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ രാഹുൽജി, AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽജി, പ്രിയങ്കരനായ ഐക്യജനാധിപത്യ മുന്നണിയുടെ വയനാട് ജില്ലാ ചെയർമാൻ PP കരീം സാഹിബ്, കൺവീനർ ND അപ്പച്ചൻ, പ്രിയപ്പെട്ട KPCC-യുടെയും മുസ്ലിം ലീഗിന്റെയും അഭിവന്ദരായ നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഐക്യജനാധിപത്യ മുന്നണി കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ രണ്ടാമത്തെ ഒരു പരിപാടിയാണ് ചന്ദ്രഗിരിയിൽ വെച്ച് നടക്കുന്നത്. ഇത്തവണയുള്ള പ്രത്യേകത, ത്രിതല പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർമാർ, പ്രസിഡന്റുമാർ, അതുപോലെയുള്ള മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ രാജ്യം സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാഹുൽജിയെ പോലെയുള്ള ഒരു നേതാവിനെ പറഞ്ഞ സമയമാണെങ്കിൽ നമുക്കിവിടെ ലഭിക്കുക എന്നത് വല്ലാത്ത ഒരു അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം നമ്മളുമായി സംവദിക്കണമെന്നും കുറച്ചു സമയം നമ്മളോട് ഈ രാജ്യത്തിന്റെ കാര്യങ്ങളും നമ്മുടെ പ്രദേശത്തിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ സംസാരിക്കണമെന്നും പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ദീർഘമായ അധ്യക്ഷ പ്രസംഗത്തിന് മുതിരുന്നില്ല. അദ്ദേഹത്തിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ വന്ന പ്രിയപ്പെട്ട നേതാക്കളെയും എല്ലാവരെയും നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണി കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഉറപ്പു പറയാനുള്ളത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നഷ്ടപ്പെട്ട കൽപ്പറ്റ നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമുക്ക് 2015 3 പഞ്ചായത്തുകൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതെങ്കിൽ
അതിൽ തവണ നേരെ തിരിച്ച് മുനിസിപ്പാലിറ്റി അടക്കം 8 പഞ്ചായത്തുകൾ നമുക്കിവിടെ ജയിച്ചു വരാനും പ്രസിഡന്റുമാർ ഇവിടെ മുന്നിൽ ഇരുത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വിജയം ആവർത്തിക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഭിനന്ദനായ നമ്മുടെ അഭിനന്ദനായ ജില്ലാ UDF-ന്റെ ചെയർമാൻ PPA കരീം സാഹിബ് സാഹിബിനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഞാൻ വാക്കിക്ക് വിരാമം. ആദരണീയനായ ഭാവി ഭാരതത്തിൻ്റെ പ്രതീക്ഷയായ ശ്രീ രാഹുൽജി, ബഹുമാന്യനായ ദേശീയ രാഷ്ട്രത്തിൻ്റെ കേന്ദ്ര സംഭാവനയായ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽജി, നിയോജകമണ്ഡലം UDF-ന്റെ ചെയർമാൻ റസാഖ്, കൺവീനർ ശ്രീ PP ആലി, വയനാട് UDF ജനറൽ കൺവീനർ ശ്രീ NJ അച്ഛൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി KK സാഹിബ്, മറ്റ് സ്നേഹം വന്ന സഹോദരി സഹോദരന്മാരുടെ നേതാക്കളെ, കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രവർത്തനത്തിന് ഇലക്ഷൻ പ്രചരണ ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നതിനുള്ള ഒരു ജനകീയ കൺവെൻഷനായിട്ടാണ് ഈ നേതൃസംഗമത്തെ നമ്മൾ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും കൽപ്പറ്റ നിയോജക മണ്ഡലം കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും ഈ പ്രാവശ്യം ശ്രീ രാഹുൽജിയുടെ നേതൃത്വത്തിൽ നാം അത് തിരിച്ചു പിടിക്കാൻ തയ്യാറെടുക്കുന്നത് തിരിച്ചു പിടിക്കും എന്നുള്ളതിൻ്റെ സൂചനയായി നമുക്ക് ഈ സംരംഭത്തെ കാണാൻ കഴിയണം. ഈ കഴിഞ്ഞ മാസം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ 17 ഗ്രാമപഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റിയും നമുക്ക് പിടിച്ചെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിന്റെ ലക്ഷണമായിട്ടാണ് നാം കാണുന്നത്. വളരെ കൂലക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, കേരളത്തിലും ഭാരതത്തിലുമൊക്കെ ജനാധിപത്യം തിരിച്ചു വരുന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ജനാധിപത്യം തിരിച്ചു വരുന്നു എന്നതിന്റെ സൂചനയായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ചില പ്രമുഖമായ സംഭവവികാസങ്ങൾ, ഭാരതത്തിലെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ ഞെട്ടിച്ചുകൊണ്ട് ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരവും അതുപോലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും നടക്കുന്ന സമരങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഫാസിസ്റ്റ് സർക്കാരിനെതിരായിട്ടുള്ള വമ്പിച്ച രീതിയിലുള്ള ജനരോഷം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ജനരോഷത്തെ ഏകീകരിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എളുപ്പമായ ഒന്നായി തീർന്നിരിക്കുന്നു. ഇന്ത്യയിലെ ജനാധിപത്യ കക്ഷികളുടെ ഏകീകരണത്തിന് ശ്രമിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിലെ പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങളെ, ഒരു ന്യൂനപക്ഷ പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ടുപോക്ക്, ആ മുന്നോട്ടുപോക്കിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ നേതാക്കളും തീർച്ചയായിട്ടും രാജ്യത്തെ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗത്തിന്റെ കൃതജ്ഞതാ നിർഭരമായ പിന്തുണയ്ക്ക് അർഹരാണെന്നാണ് സത്യം. ഒരു രാജ്യത്തിന്റെ വലിയൊരു വിഭാഗം ജനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞ അവർ വിജയിച്ച സമൂഹത്തെ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള മഹത്തായ പ്രവർത്തനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ജനാധിപത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ജനാധിപത്യവൽക്കരണം
പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമത്തിനും ആ ശ്രമത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രാജ്യത്തെ ന്യൂനപക്ഷ സംഘടനാ ശക്തികൾ യാതൊരു ചാഞ്ചല്യവുമില്ലാതെ കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിജ്ഞാപരസ്പരം ഈ ഐക്യജനാധിപത്യ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമായി നമ്മളിത് കാണുകയാണ്. കേരളത്തിലാണെങ്കിൽ കഴിഞ്ഞ 5 വർഷമായി തുടർന്നു വരുന്ന ജനാധിപത്യ വിരുദ്ധമായ ധിക്കാരപൂർണമായ ശ്രീ പിണറായി വിജയന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇപ്പൊ ഇതാ ഒരു കാലത്ത് എല്ലാവരും വിസ്മൃതിയിലാണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സരിതാ കേസ് CBIക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ശ്രീ പിണറായി വിജയൻ തന്റെ പാപ്പരത്വം, രാഷ്ട്രീയ പാപ്പരത്വം ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സരിതാനാഥൻ കൊടുത്തിട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ഐക്യജനാധിപത്യയുടെ നേതാക്കൾക്കെതിരായിട്ടുള്ള ആ കേസ് CBIക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് രാഷ്ട്രീയമായ ഇച്ഛാഭംഗമുണ്ടാകുമ്പോഴൊക്കെ CBI നല്ലവരും രാഷ്ട്രീയമായി തങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന് തോന്നുമ്പോൾ CBI മോശക്കാരായി മാറുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ ഒരു രംഗത്ത് നാം സാക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 3 ഏജൻസികൾ അന്വേഷിച്ച് തുമ്പില്ല എന്നല്ലെങ്കിൽ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു കേസാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സഹമന്ത്രിമാരോട് പോലും ആലോചിക്കാതെ CBIക്ക് കൈമാറാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ പാപ്പരത്വം എന്നല്ലാതെ ഇതിന് മറ്റൊന്നും പിടിക്കാൻ നമ്മൾ കാണുന്നില്ല. ഏതായാലും ശരി പോയി മുങ്ങിച്ചാകുന്നവന്റെ മുൻപിൽ നിർത്തിയ വൈക്കോത്തുരുമ്പായി മാത്രമേ ഈ CBIക്കുള്ള കേസുകൾ മാറ്റത്തിൽ കാണാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും ജനം അത് കണ്ടറിയും, ജനം അത് മനസ്സിലാക്കും, ജനം അത് പ്രതികാരം വീട്ടും എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ ബന്ധത്തിന്റെ പ്രതികാരത്തിന് വേണ്ടിയിട്ടുള്ള കൽപ്പറ്റ നിയോജക മണ്ഡല സംഭാവന ഞങ്ങളുടെ വിജയം ഇവിടെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, ജയ്. നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട MP രാഹുൽജിയെ അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി UDFന്റെ ജില്ലാ കൺവീനർ ND അപ്പച്ചൻ അവരെ ക്ഷണിക്കുന്നു. Respected Honorable Rahulji, അഭിവാദ്യനായ ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ സംഭാവന നമ്മുടെ ഉപയോഗിക്കുന്ന നേതാവ് AICC ജനറൽ സെക്രട്ടറി ശ്രീമാൻ KC വേണുഗോപാൽ MP അവരുടെ ജില്ലാ UDFന്റെ ചെയർമാൻ ബഹുമാനായ ശ്രീ PP കരീം സാഹിബ്, ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കൽപ്പറ്റ നിയോജക മണ്ഡലം UDFന്റെ ചെയർമാൻ ശ്രീമാൻ റസാഖ് കൽപ്പറ്റ, കൺവീനർ ശ്രീമാൻ PP ഹാജി, ഈ സദസ്സിലും വേദിയിൽ ഇരിക്കുന്ന ബഹുമാനായ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ നേതാക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഇന്ന് തികഞ്ഞ സന്തോഷത്തിലാണ് വയനാട് ജനത. നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ രാഹുൽജി ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ
അദ്ദേഹത്തിന്റെ വിശ്വാസവും കൂറും അദ്ദേഹം കഴിഞ്ഞ 1.5 വർഷമായി നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ നോക്കിക്കാണുകയാണ്. വയനാട്ടില് ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തെ കണ്ടുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ വയനാട്ടിലേക്ക് വരാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ജില്ലാ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അപ്പോൾ വരണ്ട എന്ന് പറഞ്ഞപ്പോഴും ആ സന്ദർഭത്തിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ ആ പ്രകൃതിക്ഷോഭം കൊണ്ട് അനുഭവിച്ച പ്രയാസങ്ങൾ എനിക്കും പങ്കുചേർന്ന് അവരെ സമാശ്വസിപ്പിക്കണമെന്ന് കണ്ടുകൊണ്ട് ഇവിടെ വന്ന് 4 ദിവസം അദ്ദേഹം ഈ വയനാടിലെ എല്ലാ പ്രദേശങ്ങളും സന്ദർശിച്ചുകൊണ്ട് അവരെ സ്വാതന്ത്ര്യപ്പെടുത്തിയത് മാത്രമല്ല ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും വസ്ത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും നൽകിക്കൊണ്ട് അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വയനാട്ടിലെ ജനതയോടുള്ള സ്നേഹം അദ്ദേഹത്തോട് കാണിക്കുകയുണ്ടായി. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പരിമിതികൾ നമുക്കറിയാം. ഒരു വലിയ പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അതെന്തോ നടന്നില്ലെങ്കിൽ പോലും ഇന്ന് BJP അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്ത്യയിൽ നിന്ന് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാനും രാജ്യത്തെ ശക്തമായി മുന്നോട്ട് നയിക്കാനും കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളുടെ രൂഢമൂലമാക്കിയ മതേതരത്വ ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏതിനെയും നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയ്ക്ക് UDF-ന് ഏറെ അഭിമാനിക്കാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് രാജ്യത്തെ മുതലാളിമാരും അതുപോലെ തന്നെ ഈ രാജ്യത്തെ സമ്പന്നന്മാരൊക്കെ തന്നെ മോദിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അവരോട് ആരോട് ഒരു വിട്ടുവീഴ്ച പോലും ചെയ്യാതെ കണ്ട് ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് മുതലാളിമാരും നടത്തുന്ന അഴിമതിക്കെതിരെ ഞാൻ പരസ്യമായി യുദ്ധം ചെയ്യുന്നു. അത് പാർലമെന്റിനകത്തും പുറത്തും ആരെയും ഭയപ്പെടാതെ കൊണ്ട് തന്നെ മോദി എന്നല്ല, ഒരു BJP-കാരനെയും ഒരു RSS-കാരനെയും വകവെക്കാതെ കൊണ്ട് രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഞാനുണ്ട് മുൻപിൽ എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ UDF-ന്റെ സംവിധാനം വയനാട് ജില്ലയെ സംബന്ധിച്ച് കെട്ടുറപ്പോടെ മുന്നോട്ട് പോകുന്നു. കുറെ കൂടി സുദൃഢമായിക്കൊണ്ട് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഏറെ എന്റെ ബഹുമാനായ അഭിനന്ദനായ ശ്രീ KC വേണുഗോപാൽജി എന്നോട് പറയുകയുണ്ടായി. ഞങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു മനസ്സായി, ഒരു ഹൃദയമായി, ഒരു വികാരമായി ഈ നാട്ടിലെ UDF-ന്റെ പ്രസ്ഥാനത്തെ ശക്തമായി മുൻനിർത്തിക്കൊണ്ട് ഇപ്പൊ ത്രിതല പഞ്ചായത്തിൽ നമ്മുടെ വർദ്ധിതമായ വീര്യം നമ്മൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിലും ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ചുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ 3 MLA-മാർ നിയമസഭയിൽ വയനാടിനെ പ്രതികരിച്ചുണ്ടാവും. ഒരു സംശയമാക്കാട്ടിൽ വേണ്ട. അതിനെല്ലാവരും ഒന്നടങ്കം സഹായിക്കണം, സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ രാഹുൽജി ഇനിയും അടുത്ത ദിവസങ്ങളിൽ വരും എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം. ആ ദിവസങ്ങളിൽ നിരവധി ആളുകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നിരവധി പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നേരിട്ടുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് കൂടി കാണാനും പറയാനും ഉള്ള ഒരു അവസരം കൂടി ഒരുക്കിക്കൊണ്ട് ഇനിയും അങ്ങ് ഈ നാട്ടിലേക്ക് കടന്നു വരണം വളരെ പെട്ടെന്ന് തന്നെ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഈ യോഗം സംഘടിപ്പിക്കാനും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താനും അതുപോലെ കോൺഗ്രസിന്റെ സംഘടനാപരമായ നേതൃത്വത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ ചുമതല വഹിക്കുന്ന ശ്രീമാൻ KC വേണുഗോപാലൊക്കെ വന്നുകൊണ്ട് നമുക്കൊരു ഉത്തേജനമായി ഈ ഐക്യ ജനാധിപത്യങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രേരകമായ ഒരു ശക്തിയായി നമ്മളെ മുന്നോട്ട് നയിക്കാൻ വന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് ശ്രീ രാഹുൽജിയെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ വയനാട് ജില്ല ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ ആദരണീയനായ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽജി അവർ ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ UDF ചെയർമാൻ സാർ, ആരാധ്യനായ നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, UDFിന്റെ ജില്ലാ ചെയർമാൻ കരീം സാർ, കൺവീനർ ശ്രീ ND അപ്പച്ചൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന UDFിന്റെ പ്രഗത്ഭരായിട്ടുള്ള ഇന്ത്യയിലെ നേതാക്കൾ, എത്രയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഈ കഴിഞ്ഞ പ്രദേശഭരണ തിരുവനന്തപുരത്തിൽ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ഉജ്ജ്വലമായ വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണി നേടിയെടുത്തിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും UDF പിടിച്ചെടുത്തിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്ത ഈ നിയോജക മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വാർഷിക തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിൽ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ, ജില്ലാ പഞ്ചായത്തിലും ഒക്കെ തന്നെ ജയിച്ചു വന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികളായ സുഹൃത്തുക്കളെയെല്ലാം അഭിനന്ദിക്കുന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവിടെയൊക്കെ പ്രസംഗിക്കാൻ വന്നപ്പോൾ എന്നോട് രാഹുൽജി പറഞ്ഞിരുന്നു, ഇവിടെ അറിയിക്കണം, തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലായെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവിടെ മത്സരിച്ചവരെയും ജയിച്ചവരെയും ഒക്കെ അഭിനന്ദിക്കാൻ ഞാൻ നേരിട്ട് എത്തിച്ചേരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് പറയണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജയിച്ച ജനപ്രതിനിധികളെയെല്ലാം കാണാൻ, മത്സരിച്ച് നല്ല മത്സരം കാഴ്ചവെച്ചവരെല്ലാം കാണാൻ അദ്ദേഹം നേരിട്ട് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം സന്തോഷകരമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിനി മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് നിൽക്കുക, 1-2 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അനൗൺസ് ചെയ്യാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഇവിടെ നേരത്തെ അപ്പച്ചനും കരീം സാഹിബും ഒക്കെ സമീപിക്കുകയുണ്ടായി. ഈ ജില്ലയിൽ 2 MLA-മാർ നമുക്കിപ്പോൾ നിലവിലില്ല. മാനന്തവാടിയും കൽപ്പറ്റയും നമ്മുടെ കയ്യിൽ, ബത്തേരി മാത്രമാണ് UDF കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. പാർലമെന്റ് മണ്ഡലത്തിലാകട്ടെ നിലമ്പൂരും തിരുവമ്പാടിയും നമ്മുടെ കയ്യിൽ. അപ്പൊ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ പ്രവർത്തകർ തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്, സംശയമില്ല. രാഹുൽ ഗാന്ധിയുടെ കൂടെ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അദ്ദേഹം പാർലമെന്റ് മെമ്പറായ ഈ നിയോജക മണ്ഡലത്തിൽ 7 അസംബ്ലി നിയോജക മണ്ഡല MLA-മാരും അദ്ദേഹത്തിന്റെ കൂടെ UDF-നൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകണം. അതിന് കേരളത്തിലെ സാഹചര്യം മാറി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില ജില്ലകളിലൊക്കെ തന്നെ നമുക്ക് ക്ഷീണമുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നൊന്നുമില്ല. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല അസംബ്ലി തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ പാറ്റേണാണ് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 നമ്മൾ ജയിച്ചപ്പോൾ, അതും 120ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ UDF-ന് വിജയമുണ്ടായപ്പോൾ അന്ന് പറഞ്ഞത് LDF-ന് ക്ഷീണമുണ്ടായിരുന്ന രീതിയിൽ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അല്പം മുൻതൂക്കം അവർക്കുണ്ടായി. അതിന്റെ പേരിൽ കേരളത്തിൽ തുടർഭരണം ഉണ്ടാകുമെന്ന് പ്രചരിപ്പിച്ച് പ്രവർത്തകരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാനൊക്കെ നല്ലതായിരിക്കും LDF-ന്. പക്ഷെ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ജയിച്ചതിന്റെ പേരിൽ തുടർഭരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാൽ കേരള ജനതയെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് അവരെ ഓർമ്മിപ്പിക്കാറുള്ളത്. കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, E.K. നായനാർ മുഖ്യമന്ത്രിയുടെ സമയത്ത് 14-ൽ 13 ജില്ലാ കൗൺസിലും ജയിച്ച്, ആ ജയിച്ചതിന്റെ പുറത്ത് നിയമസഭ 1 വർഷം മുമ്പേ പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തിയപ്പോൾ ആ ഇലക്ഷനിൽ ഐക്യജനാധിപത്യ മുന്നണി തൂത്തുവാരി ജയിച്ച കാര്യം ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് ഓർമ്മയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒറ്റക്കാര്യം മാത്രമേ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ളൂ. LDF-ന് ആകെ പ്രതീക്ഷയുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാൻ എന്തെങ്കിലും ചാൻസ് ചെറിയോട് ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസിലും UDF-ലും ഒക്കെ ചെറിയ അനൈക്യങ്ങളും പടലപടക്കങ്ങളും ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ ചെറിയ ക്ഷീണം ഒരു കണക്കിൽ പറഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും ഒറ്റക്കെട്ടായി കെട്ടുറപ്പോടെ ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ വേണ്ടിയിട്ടുള്ള ആവേശം പകർന്നു എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. അതാണ് ഇപ്പോൾ LDF-ലുള്ള അങ്കലാപ്പ്. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും, കോൺഗ്രസ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും, അതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ വിജയം കൈവരിക്കുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ദേശീയ രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയാം,
BJPയും സംഘപരിവാറും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ കർഷക പ്രക്ഷോഭത്തിന്റെ അലയൊലികൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ടായ നമുക്ക് എല്ലാവർക്കും അറിയാം. ഡൽഹിയിൽ കഴിഞ്ഞ 70 ദിവസക്കാലത്തോളമായി കൃഷിക്കാരൻ ഈ മരം കോച്ചുന്ന നടുപ്പത്തും കിടക്കുകയാണ്. വയനാട് ഒരു കാർഷിക ജില്ലയാണ്. ഒരുപാട് മണ്ണിനോട് പോരാടി ജീവിക്കുന്ന ഒരുപാട് കർഷകരുള്ള ജില്ലയാണ് ഈ ജില്ല. ഇവിടെ പാവപ്പെട്ടവർക്ക്, കൃഷിക്കാർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ അവർ പോരാടുന്നത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിലാണ്. ആ കൃഷിക്കാരെ പോലീസിനെ ഉപയോഗിച്ച്, പട്ടാളത്തെ ഉപയോഗിച്ച് നേരിട്ടിരിക്കുകയാണ് മോഡി ചെയ്യുന്നത്. അപ്പോൾ കൃഷിക്കാരുടെ സമരത്തെ കേന്ദ്ര സർക്കാർ നേരിടുന്ന രീതി ഫാസിസ്റ്റ് രീതിയാണ്. ചെറുപ്പക്കാർക്ക് ജോലിയിലായിരിക്കുമ്പോൾ അവരുടെ സമരത്തെ നേരിടുന്നത് ഫാസിസ്റ്റ് രീതിയിലാണ്. ആ കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിൽ ഒരു അജണ്ട ഉണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, BJP-കാർ വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം, കോൺഗ്രസിനെ തോൽപ്പിക്കലാണ് BJP-യുടെ ലക്ഷ്യമെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ CPM-ന്റെ ലക്ഷ്യം അത് തന്നെയാണ്. അപ്പൊ ഇന്ന് ഞാനിപ്പോ നോക്കിയപ്പോൾ CPM-ന്റെ നേതാവിന്റെയും BJP നേതാവിന്റെയും ഒരേ രൂപത്തിലുള്ള പ്രസ്താവനയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, കോൺഗ്രസിന്റെ ഒരു ഘടക കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ കോൺഗ്രസിന്റെ ഈ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ്, മുന്നണി ചെയർമാൻ രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും പോയപ്പോൾ ആ പോയതിനെയും ദുഷ്ടലാക്കോടെ കാണുന്ന, വർഗീയ ചേരുവകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് സത്യത്തിൽ സഹതാപം തോന്നുകയാണ്. ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ, ഘടകകക്ഷി നേതാക്കന്മാരെ കാണുന്നത് പോലും വേറെ വർഗീയമായി വ്യാഖ്യാനിപ്പിച്ച് അത് മറ്റു സമുദായത്തിന്റെ പേരിൽ എന്തെങ്കിലും വിളക്കമുണ്ടാക്കി 10 വോട്ട് കിട്ടാനുള്ള ഒരു സഹതാപത്തിന്റെ അവസ്ഥ ഉണ്ടാക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എത്ര സങ്കടകരമാണെന്ന് ആലോചിക്കും. അതേ പ്രസ്താവന തന്നെ BJP-യുടെ നേതാവ് പറയുകയാണ്. CPM-ന്റെ നേതാവ് പറഞ്ഞ് മിനിറ്റുകൾക്കകം അതേ പ്രസ്താവന. അപ്പൊ ഇതെന്താ മനസ്സിലാക്കേണ്ടത്? വ്യക്തമായ അന്തർധാരയാണ്. ഇവിടെ നേരായ വഴിക്ക് പോയാൽ ജയിക്കില്ല, ഭരണനേട്ടം പറഞ്ഞ് ജയിക്കാൻ കഴിയില്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ജയിക്കാൻ കഴിയില്ല. അപ്പൊ ജയിക്കാനുള്ള ഏക മാർഗമായിട്ട് തോന്നുന്നത് ജാതിമത വികാരങ്ങൾ അത് അവസരത്തിൽ തിളക്കി, ഒന്നിനോട് ആത്മാർത്ഥത ഉണ്ടായിട്ടല്ല, ജാതിമത വികാരങ്ങൾ ഇളക്കി വിട്ട് താൽക്കാലികമായി അവരെ കിട്ടുമെന്ന ചോദ്യമാണ് CPM-ന്റെയും BJP-യുടെയും പ്രസ്താവന. ഒരു നാണയത്തിന്റെ 2 വശങ്ങളായി 2 പേരും നിൽക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കൂട്ടി വായിക്കാൻ കഴിയും. 2 പേരുടെ ലക്ഷ്യം കോൺഗ്രസിനെ ഇല്ലാതാക്കുക, അതിലൂടെ UDF-നെ തോൽപ്പിക്കുക എന്നതാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ടും ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്, ശേഷിയുള്ളവരാണ്, ഇതിന്റെ പിന്നാമ്പുറം വായിച്ചറിയാൻ പറ്റുന്നവരാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ചക്ക വീണ് മുയലങ്ങ് ചക്ക പോയി കുറച്ച് പേരെ തിരിച്ചിരിക്കാൻ പറ്റി വിചാരിച്ചു. എല്ലാ പ്രാവശ്യവും ചക്ക വീഴുമില്ല, അവിടെ വലിയ വീഴും ഉണ്ടാവില്ല. അതിലെ കാര്യം മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കിയപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ഈ കളി തീക്കളിയാണ്. ജാതി മത വികാരങ്ങളെ ഇളക്കിവിട്ട് തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ഈ തീക്കളി സമാധാനപരമായി ജീവിക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ പേര് കേട്ട നമ്മുടെ ഈ കൊച്ചു കേരളത്തെ അപകടകരമായ ദിശയിലേക്ക് നയിക്കാൻ വേണ്ട കളിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സാമാന്യ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി അഭിനന്ദനായ നമ്മുടെ പ്രിയപ്പെട്ട MP രാഹുൽജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. PP Ali ji, PP Kareem ji, MD Apachan ji, Rosa Kuti teacher ji, PK Jayalakshmi ji, Majid ji, TJ Isaac ji, other leaders of the UDF, friends from the press, I'd like to welcome all of you here today. Shri K.C. Venugopal ji, അതുപോലെ തന്നെ UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. First of all, I'd like to congratulate you on the excellent performance
here in the panchayat election. ആദ്യമായി ഇവിടുത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നൽകിയ മികച്ച പെർഫോമൻസിന്, നിങ്ങളുടെ മികച്ച പ്രകടനത്തിന് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി അനുമോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. This would not have been possible without your hard work and your commitment. So I thank you for that. നിങ്ങളുടെ കഠിനാധ്വാനമില്ലാതെ, നിങ്ങളുടെ പ്രതിബദ്ധതയില്ലാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഈ വിജയം നിങ്ങൾക്ക് സാധ്യമാകുമായിരുന്നില്ല. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു. You know the situation in the country today. It is clear for everybody to see what is going on. ഇന്ന് നമ്മുടെ രാജ്യത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. India is being run by the Prime Minister in the interest of 2 or 3 big businessmen. ഇന്ത്യയെ മുൻപോട്ട് കൊണ്ടുപോകുന്ന, ഇന്ത്യയെ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് 2 or 3 ബിസിനസ്സുകാരുടെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും മാത്രം മുൻനിർത്തിയാണ്. Every single industry today has a monopoly controlled by 3 or 4 people. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ വ്യവസായത്തിലും ഇന്ന് ഈ 3 or 4 ബിസിനസ്സുകാരുടെ കുത്തകയും നിയന്ത്രണവുമാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ വ്യവസായങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. You look at telecoms, you look at power, you look at infrastructure, airports, ports, every single thing in India is controlled by limited number, 4 or 5 people. നിങ്ങൾ ഈ രാജ്യത്ത് നോക്കുക, ടെലികോം, വൈദ്യുതി, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ, തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ, ഇതെല്ലാം ഈ കുറച്ചാളുകളുടെ, പരിമിതരായ കുറച്ചാളുകളുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. And some years ago, I noticed that there was an attempt to attack India's farmers. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, നമ്മുടെ രാജ്യത്തെ കർഷകരെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടായിരുന്നു. It started in Bhattaparsol and in Yamgiri, അത് ഭട്ടാപർസോളിലാണ് നടന്നത്. where farmers' land was just being taken away. അവിടെ കർഷകരുടെ ഭൂമി അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയായിരുന്നു. And I realized this when one day in Bhattaparsol, near Bhattaparsol, a woman came to me and she said to me, they took my land without even telling me. ഭട്ടാപർസോളിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്നു. അവർ എന്നോട് പറഞ്ഞു, എന്റെ ഭൂമി എന്നോട് ചോദിക്കാതെ, എന്നോട് അറിയിക്കാതെ, ഞാൻ അറിയാതെയാണ് എന്റെ ഭൂമി അവർ ഏറ്റെടുത്തത്. She said one day some people from a company came and they just took over my field, and I said to them, this is my field, and they said, no, it is not, it is our field. And then they burnt her crops. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ സ്ത്രീ പറയുകയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കമ്പനിയിലെ ആളുകൾ വന്ന് പറഞ്ഞു, എന്റെ കൃഷിഭൂമി, അവിടെ വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇത് ഞങ്ങൾക്ക് വേണം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അല്ല, ഇത് എന്റെ ഭൂമിയാണ്. പക്ഷെ അവർ സമ്മതിച്ചില്ല. കമ്പനിയിലെ ആളുകൾ അത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് ആ ഭൂമി അവർ ഏറ്റെടുക്കുകയുണ്ടായി. And so I realized this was a problem, and I started a conversation inside the Congress party about this problem. ഈ പ്രശ്നം മനസ്സിലാക്കിയ ശേഷമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഈ പ്രശ്നം മനസ്സിലാക്കാനുള്ള ഒരു സംഭാഷണം ഞാൻ ആരംഭിച്ചത്. And the result of that conversation was a completely new land acquisition bill. ഇതിന്റെ ആ സംഭാഷണത്തിന്റെ, കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള സംഭാഷണത്തിന്റെ റിസൾട്ട് ആയിരുന്നു ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ ഭാഗമായിട്ട് നടന്ന പ്രവർത്തനങ്ങൾ. Where we threw out the old British bill and we brought a brand new bill that guaranteed compensation and protection to our farmers. നമ്മൾക്ക് ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ ഭാഗമായിട്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ കർഷകർക്ക് നഷ്ടപരിഹാരം നമ്മൾ ഉറപ്പ് നൽകി. And I was attacked mercilessly by the press for this bill. ഈ സിസ്റ്റം പലപ്പോഴും ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമം വളരെ കരുണയില്ലാതെയാണ് കർഷകരോട് പെരുമാറിയിരുന്നത്. And the first thing Narendra Modi ji did when he became Prime Minister was try and kill this bill. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം ആദ്യം ചെയ്തത് കർഷകരുടെ അവകാശങ്ങൾ മുൻനിർത്തി കർഷകരോട് കാരുണ്യപൂർവ്വം നമ്മൾ ഉണ്ടാക്കിയ ആ നിയമത്തെ ഇല്ലാതാക്കാനാണ് നരേന്ദ്രമോദി ശ്രമിച്ചത്. And we fought him in Parliament and we stopped him from doing it. We stopped him in Parliament and we stopped him from killing the bill. ഈ നിയമം നടപ്പിലാക്കുമ്പോൾ പാർലമെന്റിൽ അദ്ദേഹത്തെ നമ്മൾ എതിർത്തു. പാർലമെന്റിൽ ഈ നിയമം നടപ്പിലാക്കുന്നതിനെതിരെ നമ്മൾ സംസാരിച്ചു.
And so he told his chief ministers that he cannot defeat the bill in parliament. They should kill the bill in the states. ഞങ്ങൾ മുഖ്യമന്ത്രിമാരോട് പറഞ്ഞു ആ നിയമത്തെ പാർലമെന്റിൽ എതിർക്കുകയല്ല, ഇതിനെ തെരുവുകളിൽ എതിർക്കുക. I'm telling you because this is a set of processes that have been aimed at destroying the Kisans. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, കുറെ പ്രക്രിയകൾ, നിരന്തരമായ കുറെ പ്രക്രിയകളാണ് കർഷകരെ നശിപ്പിക്കാൻ വേണ്ടി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. And now the latest deadly assault on the Kisans has been revealed. ഇപ്പോ കർഷകർക്ക് മേലെയുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ഒരു പദ്ധതിയാണ്, ആക്രമണമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വെളിവായിക്കൊണ്ടിരിക്കുന്നത്. And the truth is that most farmers do not actually understand the details of the bill. അത് സത്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം കർഷകർക്കും ഈ ബില്ലുകളുടെ, കൃഷി നിയമങ്ങളുടെ വിശദാംശങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. Because if they did, there would be an agitation all across the country. The country would be on fire. കാരണം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ രാജ്യമെമ്പാടും ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുമായിരുന്നു. And there are three bills, basically, three core bills, and I will tell you what they do. മൂന്ന് പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഉള്ളത്. അവ എന്താണെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. The first bill basically destroys the idea of the mandi. ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് മണ്ടികൾ, അതായത് കർഷകർ അവരുടെ വിപണനം നടത്തുന്ന ചന്തകൾ, അവയെ ഇല്ലാതാക്കുക എന്നതാണ് ആദ്യത്തെ നിയമം. The second bill allows a handful of businesses to store as much agricultural produce as they want. രണ്ടാമത്തെ നിയമം അനുസരിച്ച് വിരലിലെണ്ണാവുന്ന കുറച്ച് ബിസിനസ്സുകാർക്ക്, വ്യവസായികൾക്ക് അവർക്ക് ആവശ്യമുള്ള അത്രയും കാർഷികോൽപ്പന്നങ്ങൾ സംഭരിക്കാൻ സാധിക്കും. So they will be able to control the price of commodities. അതുകൊണ്ട് തന്നെയാണ് ഈ അവശ്യ സാധനങ്ങളുടെ, വസ്തുക്കളുടെ വില അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. And force the farmers to buy at their price. അവരാഗ്രഹിക്കുന്ന വിലയിൽ ഈ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും കർഷകരെ നിർബന്ധിക്കാൻ ഈ നിയമത്തിലൂടെ അവർക്ക് സാധിക്കും. And the third bill basically says that farmers cannot go to court to protect themselves. മൂന്നാമത്തെ നിയമം പറയുന്നത് കർഷകർക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് കോടതിയിലേക്ക് പോകാൻ സാധിക്കില്ല. And the basic idea is to hand the agricultural system of this country to 3 or 4 business people. ഇതിന്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കാർഷിക വ്യവസ്ഥയെ 2-3 ബിസിനസ്സുമാരുടെ കയ്യിലെ വ്യവസായികൾക്ക് കൊടുക്കുക, തീരെഴുതി കൊടുക്കുക എന്നുള്ളതാണ് ഈ 3 നിയമങ്ങളുടെ പിന്നിലെ അടിസ്ഥാന ആശയം. You know, in World War II, when Germany attacked Britain, the British Air Force, new Air Force, fought off the Germans. രണ്ടാം ലോക മഹായുദ്ധകാലത്തിൽ ജർമ്മനി ബ്രിട്ടനെ ആക്രമിച്ച സമയത്ത് ബ്രിട്ടീഷ് എയർഫോഴ്സ് ജർമ്മനിക്കെതിരെ പോരാടി. And they saved Britain from German attack. അവരാണ് ജർമ്മൻ ആക്രമണത്തിൽ നിന്ന് ബ്രിട്ടനെ രക്ഷിച്ചത്. And after the Battle of Britain, the British Prime Minister Churchill made a speech where he said, "Never was so much owed by so many to so few." ഈ ആക്രമണത്തിന് ശേഷം, ബ്രിട്ടീഷുകാർ ജർമ്മൻ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ച ശേഷം ചർച്ചിൽ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ചർച്ചിൽ, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഒരു കാര്യം പറയുകയുണ്ടായി. ഒരിക്കലും ഇത്ര മാത്രം കുറച്ചു പേർക്ക് നൽകിയിരുന്നില്ല. അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. Never was so much owed by so many to so few. ഒരിക്കലും ഇത്രയധികം കാര്യങ്ങൾ ഒരുപാട് ആളുകൾ കുറച്ചു ആളുകൾക്ക് വേണ്ടി കടപ്പെട്ടിരുന്നില്ല. അതായത് ഇത്രയധികം കാര്യങ്ങൾ കുറച്ചു മനുഷ്യർക്കായി മാത്രം നമ്മൾ ഒരിക്കലും കടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അതാണ് ചർച്ചിൽ പറഞ്ഞത്. So somebody should make a speech in the Indian Parliament and they should say, "Never was so much stolen by so few from so many." ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റിൽ ആരെങ്കിലും ഒരു പ്രസംഗം പറയണം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇത്ര മാത്രം ഒരുപാട് ആളുകളിൽ നിന്ന് കുറച്ചുപേർ മോഷ്ടിച്ചെടുത്തിരുന്നില്ല എന്ന് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ ആരെങ്കിലും ഉറക്കെ പറയുന്ന ഒരു കാലഘട്ടം നടക്കുന്ന. Friends, 5 to 10 people are stealing, because that is what is
single farmer's produce. So, They are stealing from every single worker who works on the farms. They are stealing from every single person who works in the mandis. They are stealing from every truck driver who takes the wheat from the farm to the mandi. That is what is happening. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 5 മുതൽ 10 വരെയുള്ള കുറെ ആളുകൾ ഇവിടുത്തെ ഓരോ കർഷകരിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കർഷകന്റെയും ഉൽപാദന വസ്തുക്കൾ അവർ മോഷ്ടിക്കുകയാണ്. വീറ്റിന്, ഗോതമ്പിനെ കൊണ്ടുപോകുന്ന ട്രക്കിൽ നിന്ന് അവർ മോഷ്ടിക്കുകയാണ്. ഓരോ കർഷകരിൽ നിന്നും വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ മോഷ്ടിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. And the Prime Minister of India is organizing the robbery. അതുമാത്രമല്ല, ഈ കൊള്ളത്തരം ആസൂത്രണം ചെയ്യുന്നത്, സംഘടിപ്പിക്കുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. So it is our duty to tell the farmers of India what is being done to them. It is the duty of the UDF and the Congress Party. അതുകൊണ്ട് ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, UPA-യുടെയും കോൺഗ്രസിന്റെയും ഉത്തരവാദിത്തമാണ് ഈ രാജ്യത്തെ കർഷകരോട് പറഞ്ഞ് മനസ്സിലാക്കുക അവർക്കെതിരെ എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത. Because this is not just a crime against farmers, it is a crime against India. നമ്മുടെ കർഷകർക്കെതിരെ നടക്കുന്ന ഏത് പ്രവൃത്തിയും, കർഷകർക്കെതിരെ നടക്കുന്ന ഏത് ആക്രമണവും, ഏത് പ്രശ്നവും അത് ഇന്ത്യക്കെതിരെയുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ കർഷകരെ ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കണം. You will ask, but why is the Prime Minister doing this? നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇത് ചെയ്യുന്നത്? He is doing this because the people who he is gifting India's agriculture to control the media and do all his marketing for him. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? ആർക്കു വേണ്ടിയാണോ ഈ രാജ്യത്തെ കർഷക വ്യവസ്ഥയെ അദ്ദേഹം തീരെഴുതി കൊടുക്കുന്നത്, ആ മനുഷ്യരാണ് ഇവിടുത്തെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ട പണം നൽകുന്നത് ആ മനുഷ്യരാണ്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത് ചെയ്യുന്നത്. The day these 5-10 businessmen decide that the Prime Minister cannot come on their TV channels is the day the Prime Minister is finished. ഏത് ദിവസമാണോ ഈ പറയുന്ന 5 മുതൽ 10 വരെ മാധ്യമത്തിലുള്ള ആളുകൾ തീരുമാനിക്കുന്നത്, മാധ്യമങ്ങളുടെ ഉടമസ്ഥരായ ആളുകൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ ഈ പ്രധാനമന്ത്രിക്ക് ഞങ്ങളുടെ TV ചാനലുകളിൽ വരാൻ പറ്റില്ല, അതായിരിക്കും അന്നത്തോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ അവസാനിക്കുക. Very simple deal. You give us India's wealth, we will give you access to television and media. വളരെ ലളിതമാണ് ഈ കാര്യം. നിങ്ങൾ പ്രധാനമന്ത്രിയുമായിട്ട് അവർക്കുള്ള ഉടമ്പടി വളരെ ലളിതമാണ്. നിങ്ങൾ ഇന്ത്യയുടെ സ്വത്ത് ഞങ്ങൾക്ക് നൽകുക, നിങ്ങൾക്ക് ഞങ്ങളുടെ മാധ്യമങ്ങളിൽ, ഞങ്ങളുടെ ടെലിവിഷനിൽ, ഞങ്ങളുടെ മീഡിയയിൽ നിങ്ങൾക്ക് സാന്നിധ്യം നൽകും, പ്രവേശനം നൽകും. ഇതാണ് ഇവർ തമ്മിലുള്ള ഉടമ്പടി. It is our duty to tell the people of India that this is what is happening to them. നമ്മുടെ ചുമതലയാണ്, നമ്മുടെ കടമയാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക ഇതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. Coming to Kerala, you know what the left front has done to this state. കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇടതു മുന്നണി ഈ കേരളത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. You know how the BJP is trying to ensure that they are helped. നിങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും BJP അവർ അധികാരത്തിലിരിക്കാൻ എന്താണ് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Every single opposition government, the CBI and the ED is used aggressively. എല്ലാ സ്ഥാപനങ്ങളും CBI പോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളും വളരെ അഗ്രസീവായിട്ട് ആക്രമണോത്സുകമായിട്ട് BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. There is no such thing happening in Kerala. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടില്ല. There is no such pressure being put on the government of Kerala by Narendra Modi. അങ്ങനെ ഒരു സമ്മർദ്ദം കേരളത്തിലെ ഗവൺമെന്റിന്റെ മേൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇതുവരെ ചെലുത്തിയിട്ടില്ല. CBI, ED, they are very relaxed about the cases in Kerala. CBI-യും ED-യും കേരളത്തിലെ കേസുകളെ പറ്റി വളരെ റിലാക്സ്ഡ് ആണ്. അവർ ഒരു സമ്മർദ്ദവും കേരള ഗവൺമെന്റിന്റെ മേൽ ചെലുത്തുന്നില്ല. And this is not hidden. The whole of Kerala knows it. It's obvious. ഇത് ഒളിച്ചു വെക്കുന്ന കാര്യമല്ല, കേരളത്തിലുള്ള മുഴുവൻ കേരളത്തിനും അറിയാവുന്ന കാര്യമാണ്. Now we have an assembly election coming. ഇപ്പോ നമ്മുടെ മുൻപിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. It is an election of ideologies. അത് പ്രത്യയശാസ്ത്രങ്ങളുടെ, ആശയങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പാണ്.
ideology of the UDF versus the ideology of the LDF and the ideology of the RSS. UDF-ന്റെ പ്രത്യയശാസ്ത്രം, UDF-ന്റെ ആശയ സംഹിത, ഇടതുപക്ഷ മുന്നണിയുടെ ആശയ സംഹിത, അതിനും എതിരെ UDF-ന്റെ ആശയ സംഹിതയ്ക്കെതിരെ ഇടതുപക്ഷ മുന്നണിയുടെ ആശയ സംഹിതയും RSS-ന്റെ പ്രത്യയശാസ്ത്രവും, ഈ പ്രത്യയശാസ്ത്രങ്ങളുടെ ഏറ്റുമുട്ടലാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. Just do a simple thing. ഒരു ലളിതമായ ഒരു കാര്യം ചെയ്യുക. Go to the newspaper and see, does the BJP attack the Congress more or does it attack the CPIM? നിങ്ങൾ ലളിതമായ ഒരു കാര്യം ചെയ്യുക, പത്രങ്ങൾ തുറന്ന് നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക BJP ആരെയാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്. BJP കൂടുതൽ ആക്രമിക്കുന്നത് കോൺഗ്രസിനെയാണോ അതോ CPIM-നെയാണോ എന്ന് നിങ്ങൾ പത്രം തുറന്ന് വളരെ ലളിതമായി മനസ്സിലാക്കുക. Does the Prime Minister attack the Chief Minister of Kerala or does he attack the leadership of the Congress party? പ്രധാനമന്ത്രി ആക്രമിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ അതോ കോൺഗ്രസ് നേതൃത്വത്തെയാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. I don't have to go into the details. You can see what is going on. You can see the dynamic. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ, ഞാൻ വിശദമായി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അത് സംഭവിക്കുന്നത്. Now for us in Wayanad, there is another very important reason why we have to win this assembly election. നമ്മളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ എന്തുകൊണ്ട് നമ്മൾ ഈ അസംബ്ലി ഇലക്ഷൻ ജയിക്കണം എന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. You know that the people of Wayanad struggle for medical services. നിങ്ങൾക്കറിയാം, വയനാട്ടിലെ ജനങ്ങൾ പല അവശ്യ സേവനങ്ങൾക്കും അവശ്യ വസ്തുക്കൾക്കും വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന, ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാം. We've been asking, first nicely, then pressurizing the government on the medical college here. ഇവിടുത്തെ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് ഞാൻ പല പ്രാവശ്യം ഗവൺമെന്റിന് അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. And you can see that the government is going slow and not giving Wayanad the medical college. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ പതുക്കെയാണ് പോകുന്നത്. ഗവൺമെന്റ് വയനാട്ടിൽ മെഡിക്കൽ കോളേജ് നൽകുന്നതിൽ വളരെ പതുക്കെയാണ് മുമ്പോട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. And I really want to help build this medical college in Wayanad. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ആത്മാർത്ഥമായി വളരെ അധികം ഇവിടെ ഈ മെഡിക്കൽ കോളേജ് നിർമ്മിക്കണം എന്ന കാര്യത്തിൽ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. I want to make sure that the poorest people here have access to top quality medical care. ഇവിടുത്തെ ഏറ്റവും ദരിദ്രരായ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ സംവിധാനങ്ങൾക്ക് ആ സംവിധാനങ്ങളെ പ്രാപിക്കാൻ കഴിയും, അവയുടെ ഉപയോഗം ഉണ്ടാകും എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. എനിക്ക് അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിന്റെ യാഥാർത്ഥ്യമാകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. And brothers and sisters, the UDF government in Kerala is a guarantee for the medical care. സഹോദരി സഹോദരന്മാരെ, കേരളത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വയനാട്ടിലെ മെഡിക്കൽ കോളേജ് ഒരു ഉറപ്പാണ്, ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So you have to fight the assembly election the same way, with the same aggression that you fought the Lok Sabha election, that you fought and won this panchayat election. അതുകൊണ്ട് ഏത് രീതിയിലാണ്, ഏത് ആവേശത്തോടു കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിട്ടത്, ഏത് ആവേശത്തോടു കൂടിയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചത്, അതേ ആവേശത്തോടു കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിടണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. Finally, some days back, the leadership of Kerala came to Delhi and they spoke to me. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലെത്തി, അവരെന്നോട് സംസാരിച്ചു. And I said 3 things to them. ഞാൻ അവരോട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. The first thing I said was that we have to give as many youngsters representation as possible. ഞാൻ അവരോട് പറഞ്ഞ ആദ്യത്തെ കാര്യം, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കഴിയുന്നത്ര യുവജനങ്ങൾക്ക് നമ്മൾ പ്രാതിനിധ്യം നൽകണം എന്നതാണ് ഞാൻ അവരോട് ആദ്യമായി പറഞ്ഞത്. There is a place for experience, but there is also a very big place for youth and the energy they bring. എല്ലായ്പ്പോഴും അനുഭവ സമ്പത്തിന് ഒരു വലിയ പ്രാധാന്യവും ഇടവുമുണ്ട്. അതുപോലെ തന്നെ അതിലും വലുതായ ഒരു പ്രാധാന്യവും ഇടവും യുവജനങ്ങൾക്കും അവർ കൊണ്ടുവരുന്ന ഊർജത്തിനുമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I said that the ticket process must be transparent and open and accessible. People should be able to see
how Congress and UDF are choosing their candidates. അത് മാത്രമല്ല, ഞാൻ അവരോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന പ്രക്രിയ ഏറ്റവും സുതാര്യമായിരിക്കണം. ചുറ്റുമുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കണം ഏത് പ്രക്രിയയിലൂടെയാണ്, എങ്ങനെയാണ് UDF ഉം കോൺഗ്രസും സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുക എന്നത്. And finally, I said that we must make a people's manifesto that is made through a mass movement with the people of Kerala. അത് മാത്രമല്ല, മൂന്നാമതായി ഞാൻ അവസാനമായി അവരോട് പറഞ്ഞ കാര്യം, നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു ജനങ്ങളുടെ മാനിഫെസ്റ്റോ, ജനങ്ങളുടെ പ്രകടന പത്രിക ആയിരിക്കണം. ആ പ്രകടന പത്രിക ഉണ്ടാവുന്നത് ജനങ്ങളുടെ വലിയൊരു കൂട്ടായ്മയിലൂടെ ആണ്. കേരളത്തിൽ മുഴുവനുമുള്ള ജനങ്ങളുടേതായിട്ടാണ് ഒരു പ്രകടന പത്രിക നമ്മൾ ഉണ്ടാക്കേണ്ടത്. And it should be a manifesto that transforms the state of Kerala. ആ പ്രകടന പത്രികയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ കേരളത്തെ മാറ്റുന്നതായിരിക്കണം. കേരളത്തിന്റെ പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായിരിക്കണം ആ പ്രകടന പത്രികയിൽ ഉണ്ടാവേണ്ടത്. And it should be a commitment that the UDF makes to the people of Kerala. അത് കേരളത്തിലെ ജനങ്ങൾക്ക് UDF നൽകുന്ന ഉറപ്പായിരിക്കണം. UDFന്റെ വാഗ്ദാനവും പ്രതിബദ്ധതയുമായിരിക്കണം. Now I've seen this crowd, and there's many men over here, and there's too few women here. ഞാൻ ഇവിടെ കാണുമ്പോ ധാരാളം പുരുഷന്മാരുണ്ട്, പക്ഷെ കുറച്ച് സ്ത്രീകളെ ഇവിടെ ഉള്ളൂ. So next time I speak to the leaders of Kerala, I'm going to say one last thing. അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം കേരളത്തിലെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. Which is that along with youngsters, we also need to make sure that the next Vidhan Sabha has dynamic ladies from the UDF. അത് മാത്രമല്ല, ഞാൻ അടുത്ത പ്രാവശ്യം കേരളത്തിലെ നേതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, യുവജനങ്ങളോടൊപ്പം കേരളത്തിലെ അസംബ്ലിയിൽ ഊർജ്ജസ്വലരായ സ്ത്രീകളും ഉണ്ടായിരിക്കണം എന്ന കാര്യം ഞാൻ നേതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു. The clap from the men is not that strong. പുരുഷന്മാരുടെ കയ്യടി അത്ര, സ്ത്രീകളുടെ കയ്യടി പോലെ അത്ര ശക്തമായ കയ്യടിയല്ല പുരുഷന്മാരിൽ നിന്ന് വരുന്നത്. അതിന്റെ ഞാൻ ശ്രദ്ധിക്കുകയാണ്. It's fine, it's fine. അത് തൽക്കാലം കുഴപ്പമില്ല. Thank you very much. താങ്ക് യു. നന്ദി. താങ്ക് യു രാജി. ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കൽപ്പറ്റ പുരോഗമന യൂണിയത്തിന്റെ ട്രഷറർ TJ ഐസക്. കൽപ്പറ്റ നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ